റിയൽ എസ്റ്റേറ്റിന് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, കാരണം ഞാൻ ആ മേഖലയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്കതിൽ പറയാൻ കഴിയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ സർക്കാരിന്റെ കുറെ കാര്യങ്ങളിലും പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കുറെ ടാക്സുകൾ, അമിതമായിട്ടുള്ള ടാക്സുകൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് റിയൽ എസ്റ്റേറ്റ് ഇത്രയും മന്ദഗതിയിലായത് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രോപ്പർട്ടികൾ വാങ്ങേണ്ട സമയമാണ്. നമ്മൾ വാങ്ങിയിടേ ഇപ്പം വസ്തുക്കൾ വാങ്ങിടാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ടൈമാണ് ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, നിങ്ങൾ 5 സെന്റോ 10 സെന്റോ വാങ്ങിയിടുക. കാരണം വെച്ചാൽ എല്ലാവരും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ. കാരണം വെച്ചാൽ ആരുടെയും കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിലാണ് വിൽപ്പന നടത്തുന്നത്. ഇപ്പം ഒരു വസ്തു നമ്മൾ കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് കൊടുക്കൽ നടക്കുന്നത്. ഒരു വസ്തു വാങ്ങുക എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിൽ പൈസ ഉള്ള ആൾക്കാർ മാത്രമേ വാങ്ങത്തുള്ളൂ. അപ്പൊ കൂടുതലും ഇന്ന് കേരളക്കരയിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60% ആൾക്കാർ ഇന്ന് പാപ്പരായി കൊണ്ടിരിക്കുകയാണ്. ഫണ്ടിങ്ങില് ബാക്കിലോട്ടാണ്. എന്നാൽ ആഡംബര ജീവിതത്തിൽ ഒരു കുറവുമില്ല. ആഡംബര ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ അതിന്റെ ഒരു കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും മുൻപന്തിയിലാണ്. മുമ്പ് സൈക്കിളിലുള്ള ആൾക്കാർക്ക് ബൈക്കായി, ബൈക്കിലുള്ള ആൾക്കാർ കാറായി, കാറിലെ ആൾക്കാർ മുമ്പ് കാറിലെ ആൾക്കാർ ഇന്നോവയിലെ ആൾക്കാർ ഓടി, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഫുള്ള് കടമാണ്. 90% ആൾക്കാരും ഈ കാർ ഓട്ടുന്ന ആൾക്കാർ, ഈ നമ്മളെ റോഡ് സൈഡ് അല്ലെങ്കിൽ റോഡിൽ കൂടെ ഓടുന്ന വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ 90% വാഹനങ്ങളും എന്താണ് അടവായിട്ടാണ് ഓടുന്നത്. അതായത് അത് ബാങ്കിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വീടുകളാണെങ്കിലും അങ്ങനെ തന്നെ. ബാങ്കിന് നമ്മൾ വാടക കൊടുക്കുന്നു. മറ്റേത് നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് വാടക കൊടുക്കുന്നു. നമ്മൾ നേരെ മറിച്ച് നമ്മളൊരു ലീസിന് ഒരു വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അത് 2ാം നമ്പർ ആയിട്ടാണ് കാണുന്നത്. അവന് വാടകക്കാരനാണ്, അല്ലെങ്കിൽ അവൻ ലീസിന് നിൽക്കുന്നവരാണ്. ശരിക്കും അവരാണ് ഇന്ന് ഏറ്റവും ബെറ്റർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വാടക വീട്ടിൽ താമസിക്കുന്നവരും ലീസിന് താമസിക്കുന്നവരുമാണ് ഇന്ന് ഏറ്റവും ബെറ്റർ ലൈഫ്, ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്നവരാണ്. വാടകക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ മാസം ഉണ്ടാക്കിയാൽ മതി. അവർ 5000 ഉണ്ടാക്കുകയാണെങ്കിൽ ഇവന് ഒരു 20 ലക്ഷം എടുത്ത ആൾക്കാർ ഏകദേശം 15000 രൂപ ബാങ്കിന് വാടക കൊടുക്കണം. പലിശ ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഇവൻ 5000 രൂപ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് അവൻ 15000 രൂപ പലിശ ഇനത്തിൽ കൊടുക്കണം. അപ്പം ഏതാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണോ ബെറ്റർ, അതല്ല നമ്മള് അല്ലാതെ ലീസിന് എടുക്കുന്നതാണോ ബെറ്റർ, വാടക വീട്ടിൽ താമസിക്കുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഏറ്റവും ബെറ്റർ ലീസിന് വീടെടുക്കുക. ഒരു 3 ലക്ഷം 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാടക അല്ലാതെ നമ്മൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ജീവിക്കുമല്ലോ. അതാണ് ഏറ്റവും ബെറ്റർ ലൈഫ്. ഒരു ടെൻഷനും ഇല്ല. ഈ 5 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് വാടക കൊടുക്കും വേണ്ട, സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് പോലെ താമസിക്കും ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ ലൈഫ്. നേരെ മറിച്ച് നിങ്ങളൊരു 10 സെന്റ് ഭൂമി വാങ്ങി പിന്നെ ബാക്കിയുള്ള ഒരു 15 ലക്ഷം രൂപ ലോൺ കൊടുത്തെന്ന് വെച്ചോ, നിങ്ങളുടെ ലൈഫ് കട്ടപ്പോകയാണ്. അപ്പൊ മാക്സിമം ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ പരമാവധി ബാങ്കുമായിട്ടുള്ള ബന്ധങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അത് എന്താണെങ്കിലും ശരി. ബാങ്കുകൾ അവരങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അത്ര വരുമാനം, നിങ്ങൾ അത് നടക്കാം ഇത് നടക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരും. ഇപ്പൊ ബാങ്കിൽ നിന്ന് ഈ പിന്നെ ഫണ്ടിങ് ട്രാൻസ്ഫറിംഗ് ഒക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കയറി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അവർ നോട്ട് ചെയ്യും. എന്നിട്ട് വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് വരെ വരും നിങ്ങൾക്ക് പൈസ തരാം. കാരണം പൈസ തരുന്നത് ഇവർ തിരിച്ചടക്കും എന്നൊരു ഉദ്ദേശത്തിലാണ് അവർ തരുന്നത്. എന്നാൽ ഇവർ സിബിൽ പൊട്ടിയ ആൾക്കാർക്ക് ഇവർ ഒരു പ്രാവശ്യം ഏതെങ്കിലും സിറ്റുവേഷനിൽ അവരുടെ ബാങ്കിൽ പൈസ അടക്കാൻ പറ്റാതെ ഹോസ്പിറ്റൽ കേസോ മറ്റുള്ള കേസോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ 2-3 മാസം അടവ് പയച്ചു. എന്നിട്ട് സിബിൽ പൊട്ടിയ ആൾക്കാർക്ക് അവർ ലോൺ കൊടുക്കും? ഒരിക്കലും അവർ കൊടുക്കൂല. അവരെന്താണ്, അതായത് വരുമാനം ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു ലോൺ കൊടുക്കുള്ളൂ. ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകണം. അപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാല്, നമ്മളെല്ലാവരും ഒരു മുടിവെടുക്കുക, നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുക്കുക. എന്ത് ചെയ്യാം, ലീസിന് പരമാവധി നിങ്ങൾ അതിൽ 5 ലക്ഷം ഉള്ളെങ്കിൽ നിങ്ങൾ 5 സെന്റ് സ്ഥലം വാങ്ങിടുക. പറഞ്ഞ മനസ്സിലാണ്ടോ? പിന്നെ നിങ്ങളടുത്ത് ഒരു 20 ലക്ഷം റുപ്യന്റെ വീടാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 3 ലക്ഷം 4 ലക്ഷം ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ പൈസക്ക് നിങ്ങൾ വേറെ പോകണം. വീട്ടിലെ സിറ്റുവേഷൻ, വീട്ടിലെ സാഹചര്യം നമുക്ക് വേറെ പോകും നിർബന്ധമാണ്. വാടക വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലേക്ക് പോകണം. കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട്, ഭാര്യന്റെ കഴുത്തിൽ സ്വർണ്ണുണ്ട്, അല്ലെങ്കിൽ എന്റെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ട്, ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീസിന് പോവുക എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പൊ നിങ്ങളുടെ ഗുണം എന്താണെന്ന് അറിയോ? അത് നേരെ മറിച്ച് നിങ്ങൾ ഈ 5 ലക്ഷം നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കൂടെ ഒരു 10 ലക്ഷം വെച്ചിട്ട് നിങ്ങൾ പുതിയ വീട് എടുത്തിട്ട് സന്തോഷമായിട്ട് ഞാൻ അങ്ങോട്ട് കയറി ഇരിക്കാന്ന് ഒരിക്കലും അല്ലേ. ആ സ്വപ്നം നിങ്ങളുടെ തകർച്ചയുടെ തുടക്കമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. സുബർബാബു ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് ആൾക്കാരുടെ കണ്ണീരും ഒരുപാട് ആൾക്കാരുടെ വേവലാതി ഒരുപാട് ആൾക്കാരുടെ സങ്കടങ്ങളും അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ.
ഒരു കുഴപ്പമില്ലായിരുന്നു, സുഖസുന്ദരമായിട്ട് പോവായിരുന്നു. അതിന്റെ ഇടക്കാണ് ഞാൻ ലോൺ എടുത്തത്. ഒരു നില ഉണ്ടായിരുന്നു, ഒരു നില വീടുണ്ടായിരുന്നു. ആ ഒരു നില വീടുമേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതായത് 3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ടായിരുന്നു. അത് പോരാ, മക്കളുടെ കല്യാണം കാര്യങ്ങളൊക്കെ അടുത്തു, പെൺകുട്ടികളെ കെട്ടിക്കണം, നല്ലൊരു ബന്ധങ്ങൾ കിട്ടാൻ വേണ്ടി മുകളിലേക്ക് ഒരു നില എടുത്തു. പക്ഷെ അതിലേക്ക് ആരും പോകുന്നില്ല. അതിലിങ്ങനെ മാറാലെ കെട്ടിയിട്ടും മറ്റുള്ള പക്ഷികളുടെ കാഷ്ടങ്ങൾ മാത്രമാണ് അതിനകത്ത്. എന്നാൽ ആ ഒരു വീടിന് വേണ്ടിയിട്ട് ഒരു 15 ലക്ഷം റുപ്യ ഞാൻ ലോൺ എടുത്തു. ആ ലോൺ എടുത്തതാണ് എന്റെ തുടക്കം. എന്റെ കഷ്ടകാലം അന്ന് മുതൽ തുടങ്ങി എന്ന് പറഞ്ഞ് അതിനുശേഷം എന്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നു, ബ്ലോക്ക് വന്നു. ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടിലും ഞങ്ങൾ അനുഭവിച്ചു, ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് വിൽക്കണം. ബാപ്പുക്ക, നിങ്ങളൊന്ന് വന്ന് വീഡിയോ ചെയ്യുമോ? വീഡിയോ ചെയ്യാൻ പോലുള്ള ക്യാഷ് ഞങ്ങൾ കയ്യിലില്ല, വിറ്റിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. അവരുടെ സങ്കട കഥയിൽപ്പെട്ട ചില കഥകൾ അല്ലെങ്കിൽ ചില ഭാഗങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. പുതിയ തലമുറ പുതുതായിട്ട് എന്റെ ഈ വോയിസ് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്റെ ഈ വോയിസ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒരിക്കലും നിങ്ങൾ ലോണിലേക്ക് പോവല്ലേ. കാരണം ഞാൻ ചെറിയ കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ഒരാൾ ഒരു 15 ലക്ഷം ലോൺ എടുത്തു എന്ന് വെച്ചോ. ഈ 15 ലക്ഷത്തിന്റെ നേർപകുതി എത്ര? 7 അല്ലെ? എന്നാൽ ഈ 15 ലക്ഷത്തിന്റെ പുറമെ 15 ലക്ഷം പലിശ, അതിന്റെ പുറമെ 7. അപ്പൊ എത്രയായി? 22.5 ലക്ഷം രൂപ നിങ്ങൾക്ക് പലിശ കൊടുക്കേണ്ടി വരും. 22 പ്ലസ് 15 എത്രയായി? അപ്പൊ നിങ്ങൾ ഇത് കൂട്ടി നോക്ക്. ഇങ്ങനെ ഇത്ര തോതില് ഇത്രത്തോളം നമുക്ക് പലിശ ഇനത്തിൽ കൊടുക്കേണ്ടി വരും. അതായത് നമ്മളൊരു 15 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി 37 അല്ലെങ്കിൽ 40 ലക്ഷം രൂപ നമ്മൾ ഓവർ ഡ്യൂ, അതിന്റെ ബാങ്കിന്റെ പ്രോസസിംഗ് ഫീ, മറ്റു മറിച്ച് ഇൻഷുറൻസ്, അത് ഇത് ഏകദേശം 40 ലക്ഷം രൂപ മക്കളെ നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ടി വരും 20 വർഷത്തിനാണെങ്കിൽ. അതും 10% കിട്ടുകയാണെങ്കിൽ. നേരെ മറിച്ച് 12%, 13%-ത്തിനാണ് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പൈസക്ക് 45 ലക്ഷം രൂപ വരെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എന്റെ പ്രിയ സഹോദരങ്ങളും സഹോദരിമാരും, സ്നേഹത്തോടെയാണ് സുബൈർ ബാബു പറയുന്നത്, എന്ത് ചെയ്യണം? 5 ലക്ഷം രൂപയാണ് മക്കളിനെ കയ്യിലുള്ളത്. ഈ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നല്ല വീട് കിട്ടും. കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇറങ്ങിയാൽ മതിയെന്നേ. ടൗണിലേക്ക് പോകാൻ വാഹനം ഉണ്ടല്ലോ വീട്ടില്. ഈ ടൗണിൽ തന്നെ ജീവിക്കണം എന്നാ എന്താ അർത്ഥം? എന്താ ആവശ്യം? ടൗണിൽ എന്തെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഓക്കെ, പോയി വരാനും പിന്നെ വീട്ടിൽ നിന്ന് പോയി വന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന്, ചൂട് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓക്കെ, നിങ്ങൾക്ക് അതിനനുസരിച്ച് വാങ്ങിക്കോ. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ടൗണുമായിട്ട് അടുപ്പല്ല, അല്ലെങ്കിൽ ടൗണിൽ നിങ്ങൾക്ക് സ്ഥാപനം ഉണ്ട്, ഒരു 4 കിലോമീറ്റർ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന 5 ലക്ഷത്തിന് 6 ലക്ഷത്തിനൊക്കെ ലീസിന് വീട് കിട്ടും. ഈ ലീസിന് വീട് കിട്ടുമ്പോഴുള്ള സുഖം എന്താണെന്ന് അറിയാം? അതൊരു വല്ലാത്ത സുഖമാണ്. കാരണം വെച്ചാൽ നമുക്ക് മാസമുള്ള ജഡ്ജിട്ടില്ല, എന്തില്ല, നമുക്ക് ഈ പൈസ ഉണ്ടാക്കണ്ട. ഏത് വാടക എന്ന 6000-7000 രൂപ പെർ മന്ത് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് അറിയാം? നമ്മളെ വീട് പണിക്കുള്ള പൈസ നമ്മൾ ഈ 6000 വെച്ച് നിങ്ങൾ സ്വരൂപിക്കുമ്പോൾ ഒരു മാസത്തിന് നിങ്ങൾക്ക് ഒരു വർഷത്തിന് 60,000 പെർ 72,000 രൂപ, അല്ലെങ്കിൽ 70,000 രൂപ നിങ്ങൾക്ക് ഒരു മാസം സേവ്, അല്ലെങ്കിൽ ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഒരു വർഷം നിങ്ങൾക്ക് 70,000 രൂപ സേവ് ചെയ്യാൻ പറ്റും. ഈ 70,000 രൂപ നിങ്ങൾ ഒരു 5 വർഷം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രയായി? 5 7 5 35 അല്ലെ? 3.5 ലക്ഷം രൂപ നിങ്ങൾക്ക് വാടക, മറ്റുള്ള സ്ഥലത്ത് വാടക കൊടുക്കുന്ന ആ പൈസ നിങ്ങൾക്ക് സേവിങ് ആയി ഇവിടെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്രയായി? നിലവിൽ ഓൾറെഡി 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഉണ്ട്. അതിന് പുറമെ 3.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും ചെയ്തു. ഈ 5ഉം 3.5യും 8.5 ലക്ഷം രൂപ നിങ്ങൾക്കായി. ഒരു 5 വർഷം 6 വർഷം. പിന്നെ അതിന്റെ ഞാൻ വാടക ഇനത്തിൽ മാത്രമുള്ള ലാഭമാണ് ഈ പറയുന്നത് കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഒരു മാസം നിങ്ങൾ ഈ വാടകന്റെ പുറമെ 5 ലക്ഷം രൂപ, 5000 രൂപ അല്ലെങ്കിൽ 6000 രൂപ വാടക കൊടുക്കുന്നു. അതിന് പുറമെ ഒരു 6000 രൂപയുടെ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയെ മക്കളെ? 7 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു വർഷത്തിന് കിട്ടും. ഈ ഒരു വർഷം 7 ലക്ഷം, നിങ്ങൾ 5 ലക്ഷം, 12 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീട് വെക്കാം. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബാങ്കിനെ തീറ്റിപ്പോറ്റണ്ട. ബാങ്ക് ജീവനക്കാർക്ക് നമ്മളെ പലിശയിൽ നിന്ന് എന്തിനു നമ്മൾ ശമ്പളം ഉണ്ടാക്കി കൊടുക്കണം? അവരെ ഗെറ്റപ്പും അവരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. നമ്മളെ ശമ്പളം കൊണ്ട് അവർ ജീവിക്കണ്ട എന്ന് തീരുമാനം നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പലിശ കൊണ്ട് അവർ ശമ്പളം വാങ്ങി ജീവിക്കണ്ട എന്നുള്ളൊരു തീരുമാനം നമ്മൾ ഓരോ ഭാഗത്തുള്ള ആൾക്കാർ തീരുമാനം എടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ബാങ്ക് എത്ര 6, 7, 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു ബാങ്കിലോട്ടുള്ള ദൂരം അല്ലെ? എന്നാൽ ഇന്ന് ബാങ്കിന്റെ അകലം കുറഞ്ഞു. ബാങ്ക് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകൾ അല്ലെ? നമ്മുടെ ഗ്രാമാന്തരങ്ങളില് അല്ലെ, ഒരു 4 കടയുണ്ടോ, ഒരു 4-5 പെട്ടിപ്പീടുണ്ടോ, അവിടെ ഒരു ബാങ്ക് ഉണ്ട് ഇല്ലേ? സുബൈർ ബാബു പറഞ്ഞ തെറ്റാണോ? ഒരു 5ഓ 6ഓ കടകളുള്ള ഏരിയകളിൽ പോലും ഇന്ന് ബാങ്കുകൾ ഉണ്ട്. അതൊരു ഫിനാൻഷ്യൽ ബാങ്ക് ആണെങ്കിൽ അങ്ങനെയുണ്ട് അല്ലെ? പ്രൈവറ്റ് ബാങ്ക്, പല രീതിയിലുള്ള ബാങ്കുകൾ ഇന്നുണ്ട് ഇല്ലേ? 1 കിലോമീറ്ററിൽ ഒരു ബാങ്ക് എന്ന നിലക്ക് ഇന്ന് നമ്മുടെ നാടുകളിൽ ബാങ്കുകളുടെ എണ്ണം കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ
നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ബാങ്കുകളെ തീറ്റി പോറ്റില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. വീടുമായി ബന്ധപ്പെട്ടും സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടും അതിൻ്റെതായ ഭവിഷ്യത്തുകളും അതിൻ്റെതായ നന്മകളും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ചാനലാണിത്. ഈ ഒരു ചാനലിൽ നിങ്ങൾ അത് പ്രതീക്ഷിച്ചാൽ മതി. ഇതിനകത്ത് വേറെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടൊന്നും. ഈ ചാനലിൽ, ഈ സുബൈർ ബാപ്പു റിയൽ എസ്റ്റേറ്റ് എന്ന ചാനലിൽ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ളതും അതിന്റെ വേവലാതികളും അതിന്റെ ആവലാതികളും അതിന്റെ പ്രതിസന്ധികളും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ പറയും. ചിലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലത് നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പറ്റിയായിരിക്കും പറയാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ചില രാഷ്ട്രീയക്കാരെ ബന്ധിപ്പിച്ചുള്ളതായിരിക്കും. ഇപ്പൊ നമ്മള് ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന് വേദനിക്കും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറയാം, അദ്ദേഹം 2950 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വെച്ചു. എത്ര? 2950 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെച്ചു. വീട് വെച്ചപ്പോൾ അതിന്റെ അടുത്ത് തൊട്ടടുത്തൊന്നും വേറെ വീടുകളൊന്നും ഇല്ല. ശരിക്കിന് തൊട്ടടുത്ത വീടുകളും മറ്റുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്താണ് ആൾക്കാർ മുൻകൂട്ടി പെർമിറ്റ് എടുക്കുക. ഇദ്ദേഹം സ്വന്തം അദ്ദേഹത്തിന്റെ 2 ഏക്കർ സ്ഥലത്ത് ഒരു വീട് വെച്ചാ. അപ്പൊ അവിടെ അയൽവാസികളുടെ ശല്യം മറ്റൊന്നുമില്ല, അതിന്റെ പേരിൽ പെർമിറ്റ് എടുത്തില്ല. പെർമിറ്റ് എടുക്കാതെ അദ്ദേഹം വീടെടുത്ത് അദ്ദേഹം പറയാം. അപ്പോ ഇപ്പത്തെ ഒരു പുതിയ മോഡൽ ഉണ്ടല്ലോ, അതായത് നമ്മള് പ്ലാനിന്റെ പുറമെ കുറെ സ്തൂപങ്ങൾ പോലെ ഇങ്ങനെ കുറെ ഫില്ലർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മോഡലൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഫില്ലറിനടക്കം ഇവര് സ്ക്വയർ ഫീറ്റ് കൂട്ടി. അപ്പൊ നോക്കുമ്പോ ഇപ്പം അവര് പറയാം 4900 ഉണ്ട്. അത് മാത്രമല്ല, 4900 വരുന്നില്ല. ഒരു പോർച്ച് പറഞ്ഞാൽ ഈ വീടിന് ടച്ചിങ് ഇല്ല. വീടിന് ടച്ച് ഇല്ലാത്ത സ്ഥലത്ത് ഏകദേശം ഒരു 20 മീറ്ററിലാണ് ഈ പോർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹം. ഈ പോർച്ചും ഈ വീടിലേക്ക് ആഡ് ചെയ്തു എന്നാ പറഞ്ഞത്. എന്ത് അന്യായമാക്കാൻ നോക്കുക നിങ്ങള്. വീടുമായി ബന്ധമില്ലാത്തൊരു ഷെഡാണ്. ആ ഷെഡും ഈ വീടിലേക്ക് ആഡ് ചെയ്തു. ഈ വീടിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ആ ഷെഡിന്റെ ഏകദേശം ഒരു 600-700 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ ഷെഡും ഈ വീടിലേക്ക് ആഡ് ചെയ്തിട്ട് സൂപ്പർ ടാക്സിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയണെന്താ അറിയാം? അദ്ദേഹം പറയാം, സർക്കാർ ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. അതായത് അദ്ദേഹം പെർമിറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 73,000 രൂപയാണ് ഇപ്പൊ അദ്ദേഹത്തിന് പേ പലിശയായിട്ട് വന്നിട്ടുള്ളത്. അതായത് പേ അടക്കണം എന്നിട്ട്. ഒരു മിനിറ്റ്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇടത്തേക്കായി തോന്നുള്ളൂ, അത് വലത്തേക്കായാണ്. കാരണം നേരെ ഉൾട്ടയായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്താ പറഞ്ഞറിയോ? അദ്ദേഹം പിന്നെ ഏകദേശം 4900 സ്ക്വയർ ഫീറ്റ് മൊത്തത്തിൽ, അതായത് ആ ഷെഡ് അടക്കം 4900 സ്ക്വയർ ഫീറ്റ് വന്നു. 73,000 രൂപ ടാക്സ്. ഇത് എന്ത് പെർമിറ്റിന് മാത്രം. പെർമിറ്റ് മുൻകൂട്ടി എടുത്തില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പെനാൽറ്റി അടിച്ചിട്ടുണ്ട്. ഇപ്പം എന്റെ നാട്ടില് ഞാനിപ്പോഴും കാണുന്ന വീടുമാണ്. അപ്പൊ ഞാൻ വീട് പണിക്ക് എന്തായെന്ന് ചോദിച്ചുകൊണ്ട് അത് സംസാരിച്ച. അപ്പൊ അദ്ദേഹം പറയാം, എന്താ പാപ്പോ ഈ നാട്ടില് നമ്മളെ കേരളക്കരയില് ഒരു വീട് വെക്കാൻ പോലും അനുമതിയില്ല. അപ്പൊ അദ്ദേഹം പറയാ, ഇവിടുത്തെ ഒരു ഭീകരത. പെർമിറ്റിന് 70,000 കേട്ടോളൂ. പിന്നെ ക്ഷേമനിധി എന്ന് പറഞ്ഞിട്ട് ക്ഷേമനിധിക്ക് 40,000 റുപ്യ വേറെ. അപ്പൊ എത്രയായി? 73,40 1,13,000 റുപ്യ പഞ്ചായത്ത് കെട്ടണം. അല്ല, ക്ഷേമനിധി ഓഫീസിലാണ് തോന്നുന്നുണ്ട്. 70,000 രൂപ 73,000 രൂപ എന്തായാലും പഞ്ചായത്ത് കെട്ടണം. പിന്നെ ക്ഷേമനിധിക്ക് 40,000. അപ്പൊ എത്രയായി? 1,13,000 അല്ലെ? പിന്നെ അത് കൂടാതെ ഇനി ഈ 4,900 സ്ക്വയർ ഫീറ്റ് എന്നുള്ളതിന്റെ വേറൊരു ആഡംബര ടാക്സ് കണ്ട ടാക്സ് അതിന് വില്ലേജിനും കെട്ടണം. അത് എത്ര വരുന്ന പറയാം, ഏകദേശം 30,000, 40,000, 50,000 അതും വരും. അപ്പൊ ഒരു വീട് വെക്കുന്ന ആൾക്ക് ഏകദേശം 1.5-2 ലക്ഷം റുപ്യോളം ആ ഒരു ഇനത്തിൽ മാത്രം സർക്കാരിന് കിട്ടിയാണ്. അതിന് പുറമെ നികുതി അടക്കുന്നത് വേറെ. ഏത് ഭൂമി പരവൾ വാങ്ങുകയാണെങ്കിൽ അത് ഭൂമിന്റെ ടാക്സ് വേറെ. എത്ര പെർസെന്റേജാ കൂട്ടിയ? 6 മാസം കൂടുമ്പോൾ 20% ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ റിയൽ എസ്റ്റേറ്റിനെ ഏറ്റവും ബാധിച്ചിട്ടുള്ള ഒരു മേഖല. അതായത് ഡീലർമാരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഭൂമി എടുക്കൂല. ഡീലർമാർ ഭൂമി എടുത്തിട്ടില്ലെങ്കിൽ നാട്ടിൽ കച്ചവടം നടക്കൂല. 10 ഏക്കറല്ല ആൾക്കാരെടുന്ന 10 ഏക്കറല്ല ആൾക്കാരെ ഇരുന്ന് ആരെടുക്കേണ്ട ഭൂമി? വലിയ ഡീലർ എടുക്കണം. ഡീലർ എടുത്താലേ കഷ്ണാക്കി വെട്ടുള്ളൂ. 10 ഏക്കറുള്ള മുതലാളി ഒരിക്കലും 10 സെന്റ് കൊടുക്കൂല. അവനൊരു ഡീലർക്ക് കൊടുക്കും. ആ ഡീലർ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണോ, ഇതൊരു പാകത്തിന് അഥവാ വിറ്റ് പോയില്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് അവന്റെ പേർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻസിലാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കരുവാരം കൊണ്ട് ഒരു 9 ഏക്കർ കച്ചവടം ചെയ്തേ. അല്ലെങ്കിൽ കഥ കേട്ടോളൂ നിങ്ങൾ. 9 ഏക്കറ കച്ചവടം ചെയ്യാൻ സെന്റിന് എത്ര വില അറിയാമെങ്കിൽ അത് വലിയ രസമാണ്. ഒരു സെന്റിന് 10,000 രൂപയാണ് അവിടെ വില. 13,000 രൂപ നമ്മൾ ചോദിച്ചിരുന്നു, 10,000 രൂപയ്ക്ക് കച്ചവടമായി. പക്ഷെ അവിടെ വാല്യുവേഷൻ എത്ര കിട്ടണ 33,000 രൂപ.
അതായത് ഈ ഭൂമിയുടെ വിലയിലാറെ സർക്കാരിന്റെ വാല്യൂഷൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ ആ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യാനേ 9 ലക്ഷമാണ് വന്നത്. 9 ഏക്കർക്ക് ഒരു ഏക്കർക്ക് 1 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീ. 10 സെന്റിന് 10,000 രൂപ എന്ന് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെ കച്ചവടം നടക്കുന്നത്? അപ്പൊ അവിടെ എന്താണ് അവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഡീലർക്ക് എടുത്തിട്ട് മറിച്ച് വിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. അപ്പൊ അവിടെ കച്ചവടം നടക്കൂല. അപ്പൊ എന്താ, ഡീലർമാർ കച്ചവടം എടുക്കും, പിന്നെ പ്രോപ്പർട്ടി വാങ്ങൂല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ട് സർക്കാർ തലത്തിലൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഇവിടെ ഫണ്ട് ഇറങ്ങൂല. ഇപ്പൊ ഞാനൊരൊറ്റ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്, കാരണം നിങ്ങളെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇപ്പൊ നിങ്ങളിതിൽ കച്ചവടക്കാരുണ്ടാവും, നിങ്ങൾ കച്ചവടക്കാരുണ്ടാവും, അല്ലാത്തവരും എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മളിതിൽ കൂലിപ്പണിക്കാരുണ്ടാവും നിങ്ങളിതിൽ, അല്ലെ? ഒരു കൂലിപ്പണിക്കാരുടെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യാം, സ്ഥിരമായിട്ട് നിങ്ങൾക്ക് 500 രൂപ അല്ലെങ്കിൽ 600 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെച്ചോളി. ഈ 500 രൂപ 600 രൂപ കിട്ടുന്ന ഇടയിൽ ആ മുതലാളി, പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കുന്ന അതിന്റെ ഓണർ, അദ്ദേഹം സമ്പന്നനായിരിക്കുമല്ലോ, അദ്ദേഹം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ എക്സ്ട്രാ തന്നെന്ന് വെച്ചോ. നിങ്ങൾ എന്താ ചെയ്യാം? ആ 200 രൂപ എക്സ്ട്രാ തരുമ്പോ ആ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങൾ പങ്കുവെക്കും. ആ എങ്ങനെ പങ്കുവെക്കുക? നിങ്ങളെ വീടുകളിലെ നിങ്ങളെ ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? ആ പൈസയിൽ നിന്ന് മിഠായി വാങ്ങിക്കൊടുക്കും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ആ 200 രൂപ അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങി ഇദ്ദേഹത്തിന് എന്റെ കയ്യിലെത്തി. എന്റെ കയ്യിൽ നിന്ന് ആ പൈസ അവിടെ എത്തി, നേരെ കടയിലെത്തി. ആ കടയിൽ കച്ചവടം കൂടി. ആ കടയിൽ കച്ചവടം കൂടുമ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ഓണർ അല്ലെങ്കിൽ ആ കടയുടെ മുതലാളി പിന്നെ ഇന്നിപ്പോ നല്ല കച്ചവടം നടന്നു, ഇന്നിപ്പോ ഓലൊക്കെ തന്ന സ്ഥിതി നിന്റെ കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ എന്റെ വൈഫിന് ഒരു മാക്സ് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസയിൽ നിന്ന് മാക്സ് കടയിലും ഈ പൈസ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ എന്തായി? ഈ പൈസ റൊട്ടേഷൻ ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫണ്ട് റൊട്ടേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് നടക്കണം. ഇപ്പൊ ഞാനൊരു മീഡിയേറ്ററായി നിൽക്കുന്ന ആളാണ്, ബ്രോക്കർ പണി എടുക്കുന്ന ആളാണ് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ. അപ്പൊ എനിക്കൊരു കച്ചവടം നടക്കാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ സ്വഭാവം വെച്ചിട്ട് ഞാനൊരു ചുരുങ്ങിയ ഒരു 10 ആൾക്കെങ്കിലും ഞാൻ പിന്നെ അന്നദാനത്തിന്റെ കിറ്റ് അല്ലെങ്കിൽ ഭക്ഷ്യദാന കിറ്റ് ഞാൻ കൊടുക്കും, എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. അതുപോലെ കുറെ എന്റെ നാട്ടില് പിന്നെ അതുപോലെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ രോഗികൾക്ക് ഞാൻ മരുന്നിന് പൈസ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, ഞാൻ പറയാതെ രഹസ്യമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ചുരുങ്ങിയപ്പോ ഒരു 5 ആൾക്കാർക്ക് ഞാൻ പിന്നെ പെർ മന്ത് 500 രൂപ വെച്ച് മരുന്നിന് കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കും. ഇതിപ്പോ ഈ കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന പൈസയാണ്. അപ്പൊ എന്താവും? ഒന്നും കൂടി എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കൂടി കൊടുക്കും. നിങ്ങൾ പറയും നമുക്കിങ്ങനെ കച്ചവടം എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് സൂപ്പർ വകുപ്പ് നിലനിന്ന് പോണത്. അപ്പൊ എന്തായി? എനിക്ക് ഈ പൈസ വരുന്നതുകൊണ്ട് ഇവർക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കും. അതിന്റെ പുറമെ ഞാൻ എന്ത് വലിയ സംഖ്യകൾ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറെ ആൾക്കാർക്ക് ഞാൻ അന്നദാനത്തിനോ മറ്റും പൈസ കൊടുക്കും. അപ്പൊ അവരൊക്കെ സന്തോഷപ്പെട്ടു, അല്ലെ? എനിക്ക് പൈസ കിട്ടിയോണ്ടാണല്ലോ ഞാൻ കൊടുത്തത്. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കും. പറഞ്ഞ മനസ്സിലുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ ഫണ്ട് റൊട്ടേഷൻ നടക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്, ഒരു സാഹചര്യമാണ് ഇപ്പൊ. സർക്കാർ എന്ത് ചെയ്തു? സർക്കാരിന് എത്ര കിട്ടിയാലും തികയണില്ല. അതാ വലിയ രസം. ഇത് ഞാൻ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ കരുതണ്ട, ഞാൻ രാഷ്ട്രീയം അല്ല പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞാൽ പച്ചക്ക് രാഷ്ട്രീയം പറയുന്ന ആളാണ്, നിങ്ങൾക്ക് ഇന്നെ അറിയാലോ. അപ്പൊ ഞാൻ രാഷ്ട്രീയം ഒന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് രാഷ്ട്രീയ രീതിയിൽ ഇതിൽ കമന്റ് നിങ്ങൾ എഴുതും വേണ്ട. ഞാൻ അങ്ങനെ എഴുതി തൃപ്തിപ്പെടുന്ന ആൾക്കാർ തൃപ്തിപ്പെട്ടും ചെയ്തോട്ടെ, എനിക്ക് വിഷയമല്ല. പറഞ്ഞ മനസ്സിലുണ്ടോ? ഇത് ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഈ സംസാരിക്കുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വീട് വെക്കുമ്പോഴാണ് നമ്മൾ മാത്രമേ അതിൽ ഇടപെടുന്നുള്ളൂ. ഇതിനൊരു കൂട്ടായ്മ വരുന്നില്ല. ഇപ്പൊ ഞാനൊരു വീട് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ എന്റെ സുഹൃത്ത് വെക്കുന്നത്, അപ്പൊ പറയാം എനിക്കിതിന് കച്ചവടം കൂടാൻ പോലെ അത് കൊടുത്തിടത്ത് വരച്ച് ഏതായാലും ഇപ്പൊ കുറച്ച് പൈസ ആയല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അതിന് കൊടുക്കും. അതാണ് സംഭവം. ഇവർ 10 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ വാങ്ങുന്ന പൈസ 40,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം അങ്ങനെയൊക്കെ വാങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് ഇതിന് അത്ര ചെലവ് വരുന്നുണ്ടോ? എന്തിനാണ് ഇത്രത്തോളം പൈസ വാങ്ങുന്നത് ആലോചിച്ച് നോക്ക്. അപ്പൊ അമിതമായ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയിരിക്കുക. ഈ സർക്കാരിന് കിട്ടുന്ന ഖജനാവിലേക്ക് കിട്ടുന്ന ക്യാഷ് നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്തിനാണ് ഇത്രയും അമിതമായ ചാർജ് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതിന് അറിയില്ല. ഒരു വീട് വെക്കാനുള്ള ഒരു വസ്തു വാങ്ങിയാൽ ആ വസ്തു വാങ്ങാനും സ്റ്റാമ്പ് ഡ്യൂട്ടി. അത് കഴിഞ്ഞൊരു തറപ്പണി തുടങ്ങി അതിന്റെ ഒരു പെർമിറ്റ് എടുക്കാനുള്ള പൈസ, ആ പെർമിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്പർ ഇടാൻ ചെല്ലുമ്പോൾ ക്ഷേമനിധി ചെയ്യാനായിട്ട് പൈസ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയും നിങ്ങൾ ക്ഷേമനിധി മാത്രം പോരാ, നിങ്ങളുടെ വീട് 3000 സ്ക്വയർ ഫീറ്റിന്റെ മേലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വില്ലേജിന് പൈസ കെട്ടണം എന്ന് പറയും. സൂപ്പർ ടാക്സ് കണ്ട് വേറെ ടാക്സ് വരും. ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ മേലുള്ള ആൾക്ക് 6000, 7000, 8000 ഒക്കെയാണ് ടാക്സ് വരുന്നത്. നമുക്ക് സ്വതന്ത്ര രാജ്യമാണെങ്കിലും നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു വീട് വെക്കാനോ സ്വസ്ഥമായിട്ട് ജീവിക്കാനോ നമുക്ക് പറ്റില്ല. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സർക്കാരിനെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കണം.
വേണ്ടാന്ന് പറയണില്ല, സർക്കാരിന് കിട്ടട്ടെ, കാരണം നമ്മൾ സമ്പന്നരാണല്ലോ ചെയ്യണത്. സമ്പന്നർ അങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൽ പാവപ്പെട്ടവനോ പണക്കാരനോ വ്യത്യാസമല്ലാതെ 5 സെന്റ് ഭൂമി വാങ്ങുന്ന പാവപ്പെട്ടവന് പെടുന്നുണ്ടേ. ഈ ഭൂമിന്റെ ഈ എന്താ പറയാ താങ്ങുവില അത് കുറക്കുക സർക്കാർ. അത് ഓവറായിട്ട് കൂട്ടിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും, പല മലയോര ഭാഗങ്ങളിലൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. മുമ്പത്തെ സർക്കാരുള്ള സമയത്ത് ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്. അന്ന് പിന്നെ ടാറിംഗ് റോഡിന് ഒരു റേറ്റ്, അതുപോലെ പഞ്ചായത്ത് റോഡിന് വേറെ റേറ്റ്, 4 അടി വഴിക്ക് വേറെ റേറ്റ്, വഴിയില്ലാത്തതിന് വേറെ റേറ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പൊ ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാത്തിനും ഒറ്റ സർവേയിൽ ഒറ്റ റേറ്റാ. ആ വഴി ഉണ്ടായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, ഒരു സർവേക്ക് ഒരു റേറ്റ്. അതൊക്കെ ഒരു ഇരട്ടത്താപ്പല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വഴിയില്ലാത്ത സ്ഥലത്തിനും അതേ സർവേ റേറ്റ്. ഇപ്പൊ മെയിൻ റോഡില് PWD റോഡിനും NH റോഡിനും അതുപോലെ പിന്നെ PWD റോഡിനും പഞ്ചായത്ത് റോഡിനും ഒക്കെ റേറ്റ്. ഇത് എവിടുത്തെ ന്യായ? ഇത് വഴിയില്ലാത്ത സ്ഥലം അതിന് വേറെ റേറ്റ് ഉണ്ട്, സർക്കാർ അത് ഇടൂല. അപ്പോ ഇങ്ങനെ ജനങ്ങളെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇന്ന് സർക്കാർ നിലകൊണ്ട, അല്ലെങ്കിൽ സർക്കാർ കൈക്കൊണ്ട ഒരു തീരുമാനം. പക്ഷെ അതൊന്നും അതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ വല്ലാതെ പിടിമുറുക്കി സ്തംഭിപ്പിച്ച ഈ മേഖല സ്തംഭിച്ചത് കൊണ്ടാണ് എല്ലാ മേഖലയും സ്തംഭിച്ച്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ അത്. വീട്, ഭൂമി എന്നുള്ളത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം. ഈ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിലാണ് സർക്കാർ ഇപ്പോൾ എന്ത് വെച്ചിട്ടുള്ളത്? ആപ്പ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്ഥലക്കച്ചവടം പറ്റില്ലാതായത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയാത്ത ആൾക്കാർ, സുബൈർ ബാപ്പു ഓന പറഞ്ഞിട്ടോ, ഓൻ ആ പാർട്ടിക്കാരനല്ലേ, ഓൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും അല്ല മക്കളെ പറഞ്ഞത്. ഇതില് ഏത് പാർട്ടിക്കാരനും എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണ്. ഉദാഹരണം പറയാം, ഞാൻ വോട്ട് ചെയ്തത് അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാർട്ടിയിലെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് വെച്ചോ. ഈ റോട്ടിൽ കൂടെ പോകുമ്പോ ഒരാൾ ഹെൽമെറ്റ് വെച്ചു, ഞങ്ങളെ പാർട്ടിയാണ് ഇപ്പൊ ഭരിക്കണത്, അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിയമം എല്ലാവർക്കും തുല്യാണ്. മനസ്സിലാവുണ്ടോ? അത് ഇലക്ഷൻ സമയത്ത് മാത്രമേ ഉള്ളൂ രണ്ട് പാർട്ടി. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമം എല്ലാവർക്കും തുല്യാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നും കൂടെ താഴെ തട്ടിലേക്ക് ഇറങ്ങാം. താഴെ തട്ടിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാര്യങ്ങൾ ശരിക്കും പഠിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ തട്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 10 സെന്റ് ഭൂമി വാങ്ങുക എന്നുള്ളത് ആരെ കൊണ്ടൊരു ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങളിപ്പോ പിന്നെ ഭൂമി വാങ്ങിയ ആൾക്കാരല്ലേ, പല ആൾക്കാരും വീട് വെച്ച ആൾക്കാരല്ലേ. ഒരു 5 വർഷം മുമ്പ് ഒരു വീട് വാങ്ങി അല്ലെങ്കിൽ ഒരു വീട് വെച്ച ഒരാളും ഇപ്പൊ വീട് വെക്കുന്ന ഒരാളുടെയും ഒരു അവസ്ഥ എന്താണ്? ഒരു 5 വർഷം മുമ്പ് നിങ്ങളൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചെലവ് എത്രയായിരുന്നു? കാരണം ഞാൻ 2020 വീട് വെച്ചത്. 2020 ഞാൻ പെർമിറ്റ് എടുക്കാൻ വാങ്ങിയത്, എന്റെ അടുത്ത് വാങ്ങിയത്, പഞ്ചായത്ത് വാങ്ങിയത്, എന്റെ വണ്ടൂർ പഞ്ചായത്ത് വാങ്ങിയത് വെറും 350 രൂപയാണ് പെർമിറ്റ് എടുക്കാൻ എന്റെ അടുത്ത് വാങ്ങിയത്. പിന്നെ അത് നമ്പർ ഇടേണ്ട സമയത്ത് എന്റെ അടുത്ത് എനിക്ക് മൊത്തത്തിൽ അന്ന് ചെലവായത്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 2800 രൂപയായിട്ടുള്ളൂ മൊത്തത്തിൽ എനിക്ക് ചെലവായത്. 3000 രൂപന്റെ ഉള്ളിൽ, അതായത് 3500 രൂപയാണ് മൊത്തത്തിൽ എനിക്ക് ചെലവായിട്ടുള്ളൂ എന്റെ വീടുമായി ബന്ധപ്പെട്ട്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? എന്നാൽ ഇന്ന് അതിന്റെ വീട് 1800 സ്ക്വയർ ഫീറ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, 1800 സ്ക്വയർ ഫീറ്റ് എനിക്ക് ആകെ വന്ന ചെലവ് എത്ര 2800 പ്ലസ് 350, അതായത് പിന്നെ 3150 രൂപ അത്രേ എനിക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിങ്ങൾ പുതുതായി നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 35,000 രൂപയുടെ അടുത്ത് ചെലവ് വരും. പെർമിറ്റ് എടുക്കാനൊരു ചെലവ്, പിന്നെ ക്ഷേമനിധി കൊണ്ട് വേറെ ചെലവ്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അതായത് നമ്മൾ വീടുമായി എവിടെ കൈവച്ചാൽ അവിടെ നമുക്ക് പൊള്ളും. വീടുമായി ബന്ധപ്പെട്ട് എവിടെ കൈവച്ചു കഴിഞ്ഞാലും നമുക്ക് പൊള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് കച്ചവടങ്ങൾ നടക്കാത്തത്. ഉദാഹരണം പറയാം, ഞാനിപ്പോ ഒരു ഡീലറെ കൊണ്ട് ഒരു വീട് എടുപ്പിച്ചു എന്ന് വെച്ചോ. ഒരു ഡീലറെ കൊണ്ട് ഞാനൊരു വീട് എടുപ്പിച്ചു കഴിഞ്ഞാൽ ആ വീട് രജിസ്റ്റർ ആണെങ്കിൽ ഒരു 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് ചെലവ് വരും. ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഡീലർ ഒരു വീട് എടുക്കാൻ അദ്ദേഹത്തിന് ആകെ ഒരു 10 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ ഒരു 1 ലക്ഷോ 2 ലക്ഷോ ഒക്കെ കിട്ടുള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ. പക്ഷെ അത് സർക്കാരിന് കൊടുക്കണം. പിന്നെ അത് എടുക്കുന്ന ആൾക്കാ 1 ലക്ഷത്തിന് ഇവിടെ രജിസ്റ്റർ ചെയ്ത സാധനമാണെങ്കിൽ പിന്നെ എടുക്കുന്ന ആൾ 1.25 രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും സർക്കാരിന് 1.25 ലക്ഷം കിട്ടുകയാണ്. അങ്ങനെ സർക്കാരിന്റെ പോക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ടും ജനങ്ങളെ പോക്കറ്റ് കാലിയാവുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളക്കരയിൽ ഉണ്ട് എന്ന് സുബൈർ ബാപ്പു പറഞ്ഞാൽ നിങ്ങൾക്ക് അത് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ലല്ലോ.
തള്ളാൻ പറ്റില്ല. കാരണം ഇത് വാസ്തവമാണ് പറഞ്ഞത്, ഇത് രാഷ്ട്രീയ അല്ല. ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ അല്ല, ഇത് എന്റെ രാഷ്ട്രീയ ചാനലും അല്ല. ഇത് പക്ക ബിസിനസ് ചാനലാണ്. ഞാൻ അതുകൊണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിന് വന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് നിങ്ങൾ പലരും നിങ്ങളോട് ഇത് പറയില്ല തുറന്നടിച്ച്, പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ നമുക്ക്. ഇതൊന്നും ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് എരിവും പുളിയുള്ള ന്യൂസുകളാണ് ആൾക്കാർക്ക് ഇഷ്ടം. സുബൈർ ബാബുവിനെ സംബന്ധിച്ചൊരു എരിവും പുളിയൊന്നുമല്ല ആവശ്യം. ജനങ്ങളെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ന്യൂസുകളും വാർത്തകളുമാണ് എനിക്ക് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലുണ്ടോ? ഓരോ നിലക്കും ഓരോ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമുണ്ട്. കൊറോണയ്ക്ക് ശേഷം ജനങ്ങള് ആകെ പിടുത്തം വിട്ടിരിക്കുകയാണ്. കാരണം കൊറോണ ബാധിച്ച് കുറെ ആൾക്കാർ മരണപ്പെട്ടു പോയി. കൊറോണയുമായി ബന്ധപ്പെട്ട് ആ കൊറോണ വന്ന ആൾക്കാർ ഇന്നും അതിൽ നിന്ന് മുക്തരായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ലോൺ എടുത്തവരാണ്, കൊറോണക്ക് മുമ്പ് ലോൺ എടുത്തവരാണ് അല്ലെ? അവരുമായി ബന്ധപ്പെട്ട് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എത്രയോ മൊറട്ടോറിയം ഒക്കെ സർക്കാർ അല്ലെങ്കിൽ ബാങ്കുകൾ പ്രഖ്യാപിച്ചു. ഈ മൊറട്ടോറിയം വലിയൊരു ചതിയായിരുന്നു എന്നുള്ളത് മൊറട്ടോറിയം കഴിഞ്ഞതിന് ശേഷമാണ് പലർക്കും മനസ്സിലായത്. ഈ മൊറട്ടോറിയം പ്രഖ്യാപനം കഴിഞ്ഞിട്ട് എന്താണ്, മൊറട്ടോറിയം എന്തായിരുന്നു? സത്യത്തിൽ മൊറട്ടോറിയം ഇന്റർനാഷണൽ തട്ടിപ്പായിരുന്നു. അത് ഇപ്പൊ പലർക്കും മനസ്സിലായി. ആ മൊറട്ടോറിയം എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ബാങ്കുകൾക്ക് പൈസ അടക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഈ ബാങ്കുകൾ എന്ത് ചെയ്തു? മൊറട്ടോറിയം പ്രഖ്യാപനം കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് എല്ലാ ലോക്ക്ഡൌൺ ഒക്കെ പിൻവലിച്ച് കഴിഞ്ഞപ്പം എല്ലാവരോടും ബാങ്കിലോട്ട് വരാൻ പറഞ്ഞു. ആൾക്കാരോട് ഇന്നൊരു 10 ആൾക്കാരോട്, നാളെ 10 ആൾക്കാരോട്, അങ്ങനെ എല്ലാവരോടും ബാങ്കിലോട്ട് വരാൻ പറഞ്ഞിട്ട് ഈ പലിശ ഇത് ടോപ്പ് അപ്പ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത്ര പൈസ ബാങ്കിൽ പെൻഡിങ് ഉണ്ട്, പലിശ എത്ര പെൻഡിങ് ഉണ്ട്, അതെന്ത് ചെയ്തു? ഈ പലിശ ഇവർ മുതലിലേക്ക് ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്തിട്ട് 10 ലക്ഷം രൂപ ഉള്ളവന് ഈ ഏകദേശം ഒരു വർഷത്തോളം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നല്ലോ, ആ 10 ഉള്ളത് 11 ആക്കിയിട്ട് ഇവരെന്ത് ചെയ്തു? ടോപ്പ് അപ്പ് ചെയ്ത് വെച്ചു. ഈ ടോപ്പ് അപ്പ് ചെയ്ത് വെച്ചപ്പോൾ 10,000 രൂപ തന്നെ അടക്കാൻ പറ്റാത്തവന്റെ പേർക്കാണ് 12,000 രൂപ അടക്കേണ്ട സ്ഥിതിവിശേഷം ബാങ്കുകൾ ചെയ്തത്. അതിന് സർക്കാർ ഒത്താശ നൽകി. അതിന് 2 സർക്കാരും, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതിൽ പങ്കുണ്ട്. അങ്ങനെ ബാങ്കുകൾ അവരെ കൊന്നു. സത്യമല്ലേ സുബൈർ ബാബു പറയണത്? ഇതൊക്കെ ഞാൻ പറയുന്നത് പച്ചയായ സത്യമാണ്, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യമാണ് അല്ലെ? എന്നിട്ട് ഞാൻ എപ്പോഴും ഞാൻ ഒരു വർഷമായിട്ട് പറയുന്നതാണ്, നിങ്ങൾ തവണ സംഖ്യ കുറച്ചു കൊടുക്കുക, തവണ വ്യവസ്ഥ നിങ്ങൾ കുറച്ചു കൊടുക്കുക. 10 വർഷം എന്നുള്ളത് നിങ്ങൾ അത് ഒന്നും കൂടി ടോപ്പ് ചെയ്ത് 15 വർഷമാക്ക്. ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? സംഖ്യ കുറച്ചിട്ട് എന്ത് ചെയ്യണം? 15,000 രൂപ നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതൊരു 10,000 രൂപ ആക്കി കൊടുക്ക്. അത് അവരടച്ചോളും. എന്നാൽ അവർക്ക് എന്താണ്? ആ വീടും നഷ്ടമാവില്ല, നിങ്ങൾക്ക് ബാങ്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ കിട്ടി. നിങ്ങൾ പലിശ അല്ലാതെ നിങ്ങൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ബാങ്ക് തുറന്നതല്ലോ. കോടിക്കണക്കിന് റുപ്യ നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ബാങ്ക് തുറന്നിട്ടില്ല അല്ലെ? റിവേഴ്സ് റിപ്പോ എന്നൊക്കെ പറഞ്ഞ്, അതായത് കാനറ ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് നിങ്ങൾക്ക് തരുന്നതും റിസർവ് ബാങ്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. പക്ഷെ നിങ്ങൾ 6% 7% വാങ്ങിയിട്ട് ഞങ്ങൾക്ക് 10%, 12%-നുമാണ് നിങ്ങൾ സാധാരണക്കാരനിലേക്ക് ഈ പൈസ തള്ളുന്നത്. അതിന്റെ ഇടയിൽ കിട്ടുന്ന ലാഭസംഖ്യ എത്രയാന്നുള്ളത്, 1 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ വാങ്ങുന്ന പലിശ എത്രയാന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ നിന്നത് അന്നം തന്നെയാണല്ലോ. അത് മനസ്സിലാണ്ടോ? അപ്പൊ ഈ പകൽ കൊള്ള നിർത്തുക. പകൽ കൊള്ള നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ജനങ്ങളുമായി സഹകരിച്ചു പോകുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പം ഇന്ന് കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, സുബൈർ ബാബു പറയുമ്പോൾ നിങ്ങൾ എന്താണ്? നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ഈ പകൽ കൊള്ള കാരണം തന്നെയാണ് ഇന്ന് എല്ലാ മേഖലയും സ്തംഭിച്ചിട്ടുള്ളത് അല്ലെ? എല്ലാ മേഖലയും ബ്ലോക്ക് ആയിരിക്കും അല്ലെ? എല്ലാ മേഖലയിലും ഫണ്ടിങ് നടക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ നാട്ടില് നമ്മുടെ പരിസരങ്ങളിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ എല്ലാവരും പണിക്ക് പോയിരുന്നു അല്ലെ? ഇന്ന് എത്ര പേർക്ക് പണിയുണ്ട്? എത്ര പേർക്ക് ജോലിയുണ്ട്? ഉള്ളവരുടെ എത്ര ആൾക്കാരുടെ ജോലി പോയി? ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് സുബൈർ ബാബു ഈ കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയുന്നത്. ഇതൊക്കെ നമ്മളൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു വീട്ടിൽ 3 പേര് ജോലിക്ക് പോകുന്നുണ്ട്. ആ വീട്ടിൽ ആകെ 10,000 രൂപയുള്ള ഒരു മാസത്തിന് എന്തുള്ളത്? ബാങ്കിൽ അടക്കേണ്ടത്. പിന്നെ അവരെ മക്കളെ സ്കൂൾ ഫീ, മറ്റുള്ള ഫീ ഒക്കെ ഒരു 5,000 രൂപ അതിനും വെച്ചു. 15,000 അല്ലെ? ഒരു വീട്ടില് 3 ആൾക്കാർ ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങി 45,000 രൂപ ഉണ്ടാവില്ലേ? 2 പേരുടെ പൈസ, ഈ 15,000 ഒരാളുടെ പൈസ മാറ്റിവെച്ച് ബാക്കി 2 പേരുടെയും പൈസ കൊണ്ട് ജീവിച്ചൂടെ? പക്ഷെ എന്താണ് സത്യം എന്നറിയോ? ഈ 3 പേർക്ക് 45,000 രൂപ ഈ വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു ആവറേജ് വരുമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നൊരു 15,000 രൂപ പോലും ആണുങ്ങൾക്ക്, സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം.
നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കൂലിപ്പണിക്കാരായ ആൾക്കാർക്ക്, സാധാരണക്കാരെ ഞാൻ പറയുന്നത് കേട്ടോ, എനിക്ക് പെർ മന്ത് ഇയർലി ഒരു വർഷത്തില് 1,80,000 രൂപ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു വാർഷിക വരുമാനം 1,80,000 രൂപ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഒരാളുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ നിങ്ങളെ കൈ പൊന്തൂല എഴുതാന്. സാധാരണക്കാരായ പറഞ്ഞോ, ഇത് ടെമ്പററി പണിക്കാരെ, ഫിക്സ്ഡ് ശമ്പളക്കാരല്ലേ പറയുന്നത്. നാടൻ പണിക്കാരുണ്ടല്ലോ, നാടൻ പണിക്കാര്, അതായത് കൈക്കോട്ട് കിടക്കല്, കൂലിപ്പണി, ഇങ്ങനെയുള്ള പണിക്കാരെ പറഞ്ഞല്ലോ, വാർക്കപ്പണിക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്ഥിരമായിട്ടുള്ള ശമ്പളക്കാരല്ല പറയുന്നത് കേട്ടോ. അതായത് ഒരു ദിവസം എന്ന് പണിക്ക് ഉണ്ട് എടാ, നമുക്ക് പിന്നെ 4 കപ്പക്കിഴങ്ങ് കപ്പ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വാഴയ്ക്ക് തടം കൊളത്തണം, എന്താ പറയാ, വാഴയ്ക്ക് തടം വെക്കണം, അല്ലെങ്കിൽ തെങ്ങിന് തടം കളക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കൂല്ലേ സാധാരണക്കാരായ ജോലിക്കാരുടെ കാര്യമാണ് പറയുന്നത് സുബൈർ ബാപ്പു. പറയാൻ പറ്റുമോ? ഒരു ദിവസം 500 രൂപ. ശരിക്കും നിങ്ങൾ 1000 രൂപ ഉണ്ടാവും ഒരു ദിവസം പണിക്ക്, 800 രൂപ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു പെർ ഡേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 15,000 പോയിട്ട് 10,000 രൂപ നിങ്ങൾക്ക് ഒക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടാവില്ല. 10,000 രൂപ കിട്ടാൻ ശരിക്കും എത്ര ദിവസം മതി? 10 ദിവസം മതി ഇന്ന് കേരളത്തെ കൂലി നോക്കുമ്പോ. പക്ഷെ നിങ്ങൾക്ക് മാസത്തിൽ 10 പണി പോലും തികയുന്നില്ല. ഉണ്ടോ? ചില ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ, പക്ഷെ എല്ലാത്തവരും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബാങ്ക് ലോണ് പെൻഡിങ് ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ്? നമുക്കുള്ള വരുമാനം കിട്ടുന്നില്ല. ആ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി എന്തുകൊണ്ട് സർക്കാർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടും. സുബൈർ ബാബു ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നേയല്ല. രാഷ്ട്രീയത്തിന്റെ വീഡിയോ, അതിന്റെ സ്വരമൊക്കെ വേറെയാണ് അല്ലെ. ഈ ഒരു ശാന്തമായ രീതിയിലൊന്നുമല്ല ഞാൻ രാഷ്ട്രീയ വീഡിയോ പറയാറ്. അത് ഞാൻ ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടുകയും സന്തോഷത്തോടെ പറയേണ്ട കാര്യത്തിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പരിഹസിക്കുന്നിടത്ത് പരിഹസിക്കുകയും ചെയ്യും. ഞാനിത് ആ രീതിയിലേ അല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു നോർമൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പം ഈ കേരളക്കരയിൽ നടക്കുന്നത് എന്ന് ചിന്തിക്കുക. ബാങ്കുകൾ കുമിഞ്ഞുകൂടി. അതായത് പലിശക്കാരുടെ എണ്ണം കൂടി. അതായത് ഇപ്പൊ ബ്ലേഡ് മാഫിയനെ നിർത്തിയതോടുകൂടി ബാങ്കുകൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തു. അവര് 10% മുതൽ 18% വരെ പലിശ വാങ്ങുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കൾ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ഒറ്റ കാര്യമാണ് ലാസ്റ്റ്. ഓക്കെ, ദയവേതൊന്നും കേൾക്കി. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിണ്ടോ? ബാങ്കുകാർ പറയും എത്ര ശതമാനമാണ് ഹൗസിംഗ് ലോൺ, എത്ര ശതമാനം? 8%. 8%. നിങ്ങൾക്ക് എത്ര ലക്ഷം ലോൺ വേണ്ടി വരും? 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപക്ക് 8% വെച്ച് എത്രയാണ് നിങ്ങൾ പലിശ കൊടുക്കുന്നത്? നിങ്ങൾക്കറിയാം? കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതിനെ കുറിച്ച്? 8% 1 ലക്ഷം രൂപയ്ക്ക് എത്ര എഴുതുന്നത്? ചെറിയ സംഖ്യ ഉള്ളൂ അല്ലേ? എത്ര വരുന്നത്? 1 ലക്ഷം രൂപയ്ക്ക് എത്ര വരുന്നത്? 850 അല്ലേ? ആ കണക്കിന് 8% വെച്ച് പോകുമ്പോൾ അങ്ങനെയല്ലേ അല്ലേ? ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 850. അപ്പം 10 ലക്ഷം രൂപയ്ക്ക് എത്രയും? 8,500. 20 ലക്ഷം രൂപ കൊടുക്കുന്ന എത്രയായി? കൂട്ടി നോക്ക് നിങ്ങള്. 17,000 രൂപ. അതൊരു മാസത്തെ കേട്ടോ. 20 ലക്ഷം റുപ്യക്ക് ഒരു മാസത്തെ പലിശയാണിത്. 17,000 രൂപ. അത് 8%. ഏറ്റവും ഹൗസിംഗ് ഏറ്റവും കുറവ് 8%. പിന്നെ അങ്ങോട്ട് 10, 11, 12. ഇപ്പം വലിയ ചില ബാങ്കുകൾ 90% ബാങ്കുകൾ 11% ആക്കിയാണ്. 10 ലക്ഷം രൂപയ്ക്ക് എത്രയാ അറിയാം? 10 ലക്ഷം രൂപയ്ക്ക് 11,000 രൂപ നീ പലിശ മാത്രം കൊടുക്കുന്നുണ്ട്. 15 ലക്ഷം എടുക്കണേ എത്ര രൂപ? ഇത് നീ ചിന്തിക്കാൻ വേണ്ടിയാണ് സുബൈർ ബാപ്പു ഈ കണക്ക് പറയുന്നത്. നിങ്ങൾ പലരും ഇത് ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ വാടക വീട് നോക്കിക്കോ. വാടക വീട് അല്ലെങ്കിൽ ലീസിന് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ എടുത്തു ലീസിന് വീട് എടുത്തോ. വാടകയിലേറെ ടെൻഷൻ കുറവാണ് ലീസിന്റെ വീട്. ഒരു ടെൻഷനും ഇല്ല. നല്ല അടിപൊളി വില്ലകളൊക്കെ കിട്ടും. 10 ലക്ഷം നിങ്ങൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു 12,000 രൂപ 12,000 രൂപ വാടക കൊടുക്കേണ്ടതായിട്ടുള്ള ബിൽഡിങ്, നിങ്ങൾക്ക് അടിപൊളി വില്ലകൾ നിങ്ങൾക്ക് ലീസിന് കിട്ടും. അപ്പോഴും കണക്ക് തന്നെയാണ്. അവന് ആ ബാങ്ക് കൊണ്ടിടും. ചില ആൾക്കാർ ബിസിനസ് ചെയ്യും. കാരണം ടെൻഷനില്ല. അവരതുണ്ടാക്കും, ബിസിനസ്സുകാർ ഇത് കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് സുബൈർ ബാപ്പു പറഞ്ഞത്
പലിശയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബിസിനസ്സും നിർത്തുക. പെട്ടു എന്ന് കരുതി ഇനി അത് നൂരാനുള്ള വഴികൾ നോക്ക്. നമ്മൾ കിണറ്റിൽ ചാടി, പക്ഷെ മരിക്കല്ല വേണ്ടത്, അതൊന്ന് രക്ഷപ്പെട്ട് പോരാൻ നോക്കണം. കിണറ്റിൽ ചാടിയത് ആ സമയത്ത് മരിക്കാനാണെങ്കിലും, പക്ഷെ ചാടിയതിനു ശേഷം 1-2 പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോൾ എനിക്കത് രക്ഷപ്പെടണമായിരുന്നു എന്നൊരു ചിന്ത വരും, അല്ലെ? വരും. വേണ്ടായിരുന്നു ഇതെന്ന് ചിന്തിക്കാത്തവരില്ല, ഓർമ്മയില്ല ആൾക്കാര്. ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരാൾ 2ാമത് ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ. കണക്ക് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉൾക്കൊണ്ട് ഒരാളെങ്കിലും, ലോൺ എടുക്കാൻ വിചാരിച്ച ഒരാളെങ്കിലും ലോൺ എടുക്കാതെ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സർവേശ്വരനോട് കടപ്പെട്ടിരിക്കണം. നന്ദി ഞാൻ സർവേശ്വരനോട് മാത്രം. കാരണം അറിയാതെ തെറ്റ് ചെയ്യുന്നത് അത് തെറ്റല്ല. അറിഞ്ഞിട്ടും ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, അത് 1-ാം നമ്പർ തെറ്റാണ്. ഒരാൾ പറഞ്ഞു തരാനില്ലാതെ നമ്മൾ പോയി പെടുന്നുണ്ട്, അതിന് അവന് ഉത്തരവാദിയല്ല, അവനത് അറിയില്ലായിരുന്നു. പക്ഷെ ഒരാൾ പറഞ്ഞിട്ടും അവൻ അതിൽ പോയി പെടുന്നുണ്ടെങ്കിൽ അതവന്റെ വിധിയാണ്, അവനായിട്ടുണ്ടാക്കിയ വിധിയാണ്, അത് അവൻ അനുഭവിച്ചേ പറ്റൂ. ഇപ്പൊ ഇത്രത്തോളം ഞാൻ പറയുന്നത് എന്റെ ഇത്രയും കാലത്തെ റിയൽ എസ്റ്റേറ്റ് എക്സ്പീരിയൻസും ഞാനുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും വിളിക്കുന്ന വിളിയും കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങൾ ഇത്രത്തോളം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്നത്. ലോണുമായി ബന്ധപ്പെട്ട് പോവല്ലേ, ലോൺ എടുക്കല്ലേ, പലിശക്ക് വാങ്ങല്ലേ. മൊബൈൽ ഫോണും എന്തിനേറെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു അയൺ ബോക്സ്, മൊബൈൽ ഫോണ്, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ് മുതൽ വാഷിംഗ് മെഷീൻ മുതൽ എന്ത് നോക്കണെങ്കിൽ എല്ലാത്തിനും പലിശ ഉണ്ടാവും, ഇല്ലേ? ഒഴിവാക്കണം, മാറി ചിന്തിക്കണം. ബാങ്കുകളെ കേരളക്കരയിൽ നിന്ന് തുടച്ചു നീക്കണം. നമ്മൾ വിചാരിക്കണത് ബാങ്കുകൾ ഫിനാൻഷ്യൽ ബാങ്കുകൾ ഇവിടെ വളരുന്നുണ്ടോ? ഫിനാൻഷ്യൽ ബാങ്കുകളുടെ ആസ്തികൾ നോക്കണം നിങ്ങൾ. അവര് അറ്റാദായങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഓരോ വാർഷിക കണക്കുണ്ട് അവരുടെ അറ്റാദായ കണക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തള്ളിപ്പോവും. മനുഷ്യരുടെ അറുത്തിട്ട് അതിൽ നിന്നുള്ള കിട്ടുന്ന അറ്റാദായം എന്നാണ് അവരതിന് പറയുന്നത്. അതായത് കട്ട് ചെയ്തിട്ടുള്ള ആദായം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ അറ്റാദായം കൊണ്ട് അവർ സ്വന്തം പേരെടുത്ത് നമ്മളൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. ഇപ്പൊ ഇന്നും കൂടി എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം ബാബു, നിന്റെ ഒരു സ്വപ്ന ഭവനം വിൽക്കേണ്ടി വരികയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പല ഓഫീസുകളിലും കറങ്ങി, പല ബാങ്കിന്റെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ പോയി കണ്ടു, സിഒ എല്ലാവരെയും പോയി കണ്ടു. പക്ഷെ എല്ലാവരും കൈ മലർത്താൻ, ഞങ്ങൾക്ക് സമയം തരാൻ പറ്റില്ല, ഞങ്ങൾ ജപ്തി ചെയ്യും എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്തിരിക്കും, ഇത് ഞങ്ങളുടെ ബാങ്കിന്റെ റൂൾസ് ആണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ മനുഷ്യരെയും അനുദിനം പാപ്പരാക്കി കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇന്നത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കോടീശ്വരന്മാരുടെ എണ്ണം കുറഞ്ഞ് പാപ്പരായ ആൾക്കാരുടെ എണ്ണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കാഴ്ചയിൽ ഇവിടെ വാഹനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിലേറെ ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ബാങ്കുമായുള്ള ആസ്തി നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും കടബാധ്യസ്ഥരായി മാറിയിട്ടുണ്ട്. കേരളത്തില് കഴിഞ്ഞ വർഷത്തിലേറെ കടബാധ്യസ്ഥരാണ് ഈ വർഷം. നിങ്ങൾ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്ക്, അതിൽ നിങ്ങൾ റിസർച്ച് ചെയ്യും, നിങ്ങൾക്ക് ഒരുപക്ഷെ ഡോക്ടറേറ്റ് കിട്ടും. കേരളത്തിലെ ബാങ്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, പലിശയുമായി ബന്ധപ്പെട്ട് ബാങ്ക് ലോൺ ഇല്ലാത്ത ആൾക്കാരുടെ കണക്കെടുക്കണം നിങ്ങൾ. ഒരു ബാങ്ക് ലോൺ ഇല്ലാത്ത ഒരാൾ മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ബാങ്കുമായിട്ട് ലോൺ ഉണ്ട് എന്നാണ്. ഈ ലോൺ ഉള്ള ആളുടെ അർത്ഥം എന്താണ്? അവന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ അവൻ കടം വാങ്ങുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് ഒരു 5 ലക്ഷം ഉറുപ്പ ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തുള്ള ആൾക്കാരിന് 50,000 രൂപ കടം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എൻ്റെ ഈ ശബ്ദം കേട്ട എൻ്റെ എല്ലാ കൂട്ടുകാരോടും, എല്ലാ സഹോദരന്മാരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.